സമ്മർദ്ദം ഏതെങ്കിലും പ്രതിപക്ഷ കക്ഷിയുടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവടക്കം പ്രഖ്യാപിച്ച സമരത്തിന്റെ ഒരു സമ്മർദ്ദത്തിലല്ല ഈ പിന്മാറ്റം. കാര്യങ്ങൾ ബോധ്യമായപ്പോഴുണ്ടായ ഒരു പിന്മാറ്റം കൂടിയാണ്. കാരണം ജനങ്ങളുടെ താല്പര്യത്തിന് എതിരല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ തീരുമാനം പ്രഖ്യാപിച്ചത്. പ്രതിപക്ഷം ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ സമരം ചീറ്റിപ്പോയി എന്ന് വേണം പറയാൻ. 27-ാം തീയതിയാണ് പ്രഖ്യാപിച്ചത്. ആ സമരത്തിലേക്ക് പോകാൻ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മുതലെടുപ്പ് നടത്താനായിട്ടുള്ള ആ നീക്കം പാളിപ്പോയി എന്നുള്ളതാണ് ഇതിൽ നിന്ന് ബോധ്യമാകേണ്ടത്. ഇവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വിപുലമായ അധികാരങ്ങൾ നൽകുന്ന ഒരു ഭേദഗതിയാണ് കൊണ്ടുവന്നത്. ഇതിൽ വനം മന്ത്രി, അതായത് LDFന്റെ ഘടകകക്ഷിയാണല്ലോ, സർക്കാരിൽ ഉള്ള ഘടകകക്ഷിയുടെ മന്ത്രി, ആ മന്ത്രി എടുത്ത തീരുമാനമാണ് തെറ്റിപ്പോയിരിക്കുന്നത്. മന്ത്രി കൃത്യമായി കാര്യങ്ങൾ വിവേചന ബുദ്ധിയോടെ നോക്കി കാണേണ്ടതായിരുന്നു. അതിന് അദ്ദേഹത്തിന് സാധിച്ചില്ല. ഒരു തരത്തിലുള്ള ഒരു ചിന്തയും ഈ പ്രശ്നങ്ങൾ സംബന്ധിച്ച്, ഈ ഒരു ഭേദഗതി നടപ്പാക്കിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് സംബന്ധിച്ചുള്ള ഒരു ആലോചനയും ആ വകുപ്പിന്റെ മന്ത്രിക്കാണല്ലോ ആദ്യം തോന്നേണ്ടത്. വകുപ്പിന്റെ മന്ത്രി ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ എത്രത്തോളം കേപ്പബിൾ ആണ് എന്നുള്ളത് മുഖ്യമന്ത്രി ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. ഈ വിഷയം കൂടി വരുമ്പോൾ, ഇതിനൊക്കെ ഒരുപാട് വിഷയങ്ങൾ വന്നപ്പോഴും ഈ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിലും വകുപ്പ് മന്ത്രി ആ വകുപ്പ് കൈകാര്യം ചെയ്യാൻ കേപ്പബിൾ ആണോ എന്നുള്ളത് മുഖ്യമന്ത്രി ഒന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ ഇത്രമാത്രം സഭയെ കൊണ്ടും അതുപോലെ തന്നെ കർഷക സംഘടനകളെ കൊണ്ടും ഒക്കെ പറയിപ്പിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ആ വകുപ്പിൽ നിന്ന് വരുന്ന ഒരു സജഷൻ, അതാണല്ലോ പിന്നീട് ഈ പ്രമേയമായി, ബില്ലായി ഒക്കെ വരുന്നത്.